ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 10th പ്രിലിംസിനാണ് കേട്ടോ ഞാനിപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡിഗ്രി പ്രിലിംസ് എനിക്ക് സെക്കൻഡ് സ്റ്റേജ് ആണ് ഉണ്ടായിരുന്നത്. അത് അത്യാവശ്യം നല്ല ടഫായിരുന്നു കേട്ടോ. ഒരു 40 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇതിൻ്റെ മെയിൻസിന് പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ജൂലൈ 18-നും ആഗസ്റ്റ് 1-നായിട്ട് നമുക്ക് 10th പ്രിലിംസിൻ്റെ എക്സാം ഡേറ്റ് വന്നല്ലോ. ഇതിനകത്ത് ഏതെങ്കിലും ഉണ്ടായിരിക്കുന്നുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഈ 10th പ്രിലിംസ് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ 10th പ്രിലിംസ് നോക്കാനായിട്ട് നമ്മൾ ഏറ്റവും മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ SCERT ചാപ്റ്റേഴ്സ് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലക്ഷ്യയിൽ സാറ് തന്നിട്ടുള്ള ഒരു 10th പ്രിലിംസിൽ നമുക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം എന്നുള്ളതിൻ്റെ ഒരു PDF ആണ് കേട്ടോ ഇത്. അപ്പോൾ ഈ PDF അനുസരിച്ചിട്ട് നമ്മൾ യൂറോപ്യന്മാരുടെ ആഗമനം എന്നുള്ള ഭാഗം, അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്നുള്ള ഇതിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക്, പിന്നെ സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള ബഹുജന മുന്നേറ്റം. ഇതാണ് നമ്മൾ ഹിസ്റ്ററിയിൽ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട 3 ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത്രയും പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഹിസ്റ്ററിയിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം, ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം, ഈ ചാപ്റ്റേഴ്സും നമ്മൾ പഠിക്കണം. അപ്പോൾ ഈ ചാപ്റ്റേഴ്സൊക്കെ PDF ഞാൻ PSC സഫാരി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവർ ഉറപ്പായിട്ടും കാണാം. പിന്നെ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും, ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്നും പറഞ്ഞ് ഓൾഡ് ടെക്സ്റ്റ് ബുക്കിലും ഒരു ചാപ്റ്റർ ഉണ്ട്. പിന്നെ ഭരണഘടനയ്ക്ക് ഒരു മുഖവര, ഭരണഘടന വഴിയും വഴികാട്ടിയും, ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം, ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ, പിന്നെ ലിംഗവിവേചനമില്ലാത്ത സമൂഹത്തിലേക്ക്. ഇപ്പം നമ്മൾ ഭരണഘടന ഒന്നും അറിയാത്തവരാണെങ്കിൽ ഈ ചാപ്റ്റേഴ്സൊക്കെ വായിച്ചതിന് ശേഷം റാങ്ക് ഫയൽ വായിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ നമ്മൾ ഈ SCERT ചാപ്റ്റേഴ്സൊക്കെ നല്ല രീതിയിൽ വായിക്കുക. അതിനുശേഷം റാങ്ക് ഫയൽ നോക്കുന്നതായിരിക്കുള്ളൂ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് നല്ലത്. മാത്രമല്ല 10th പ്രിലിംസിനൊക്കെ SCERTയിൽ നിന്ന് ഡയറക്റ്റ് അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ SCERT ചാപ്റ്റേഴ്സ് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും മെയിനായിട്ടുള്ളൊരു കാര്യം. ഇപ്പം നിങ്ങളുടെ അടുത്തുള്ള കുട്ടികളുടെ SCERT ബുക്സ് കിട്ടുന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ചിട്ട് പഠിക്കാം. അല്ലെങ്കിൽ നമുക്ക് സമഗ്രയുടെ സൈറ്റിലാണെങ്കിലും പിന്നെ ഒരുപാട് ടെലിഗ്രാം ചാനൽസിലാണെങ്കിലും ഈ ചാപ്റ്റേഴ്സൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം, ലോകത്തിൻ്റെ നെറുകയിൽ, വിശാല സമതല ഭൂവിൽ, ഭൗമചരിത്രമുറങ്ങുന്ന പീഠഭൂമി, മണലാരണ്യത്തിലൂടെ, തീരങ്ങളിലൂടെ, പിന്നെ നാടറിയാം, നട്ടുനനയ്ക്കാം, നന്മകൾ കൊയ്യാം. അപ്പോൾ ഈ ചാപ്റ്റേഴ്സിൻ്റെയൊക്കെ PDF നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ PSC സഫാരി എന്ന് പറയുന്ന ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യാം. അപ്പോൾ ഒരുപാട് ചാപ്റ്റേഴ്സിൻ്റെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇടാത്ത ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിലും ഞാനത് കണ്ടുപിടിച്ചിടാം കേട്ടോ. മറ്റ് ടെലിഗ്രാം ചാനൽസിൽ നിന്നെല്ലാം ആണോ ഞാൻ PDFs ഒക്കെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ 10th പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള PDFsകളെല്ലാം നമ്മൾ ടെലിഗ്രാം ചാനലിൽ ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മുമ്പ് ഞാൻ ഡിഗ്രി പ്രിലിംസിനെ പറ്റിയിട്ടുള്ള PDFsകളാണ് കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി 10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള PDFsകളാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്റേഴ്സൊക്കെ കിട്ടിയിട്ടില്ലാത്തവരാണെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നോക്കിയാൽ മതി. ഈ ചാപ്റ്റേഴ്സൊക്കെ അതിനകത്തുണ്ട്. ഇനി ഇടാത്ത ചാപ്റ്റേഴ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇടാം കേട്ടോ. അപ്പോൾ നമ്മൾ 10th പ്രിലിംസിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങാം. കമ്പനി ബോർഡ്, LGS ആണെങ്കിലും ബെഫ്കോ LD ആണെങ്കിലും ആദ്യം കാണുമ്പോൾ 10th പ്രിലിംസ് ആണല്ലോ. അപ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ ക്ലിയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ അത് പഠിക്കേണ്ട രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ബിഗിനറാണ്, നിങ്ങൾ വേറെ കോച്ചിങ് ഒന്നും എടുത്തിട്ടില്ല, നിങ്ങൾ സെൽഫ് സ്റ്റഡി ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ SCERT ചാപ്റ്റേഴ്സൊക്കെ പഠിക്കുക. അനീതിയിൽ നിന്നും നീതിയിലേക്ക്, ദേശീയ പ്രസ്ഥാനവും കേരളവും, പിന്നെ ചരിത്രത്തിൻ്റെ ആധാരശിലകൾ, കേരളം ആധുനികതയിലേക്ക്, ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയെ അറിയാൻ. അപ്പോൾ ഈ ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് ഒരു ഫെമിലിയർ ആയിരിക്കും. നമ്മൾ ഇതിനു മുമ്പത്തെ എക്സാമിന് വേണ്ടിയിട്ടൊക്കെ ഈ ചാപ്റ്റേഴ്സൊക്കെ നോക്കിയിട്ടുണ്ടാകാം. പിന്നെ നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ചാപ്റ്റേഴ്സൊക്കെ നോക്കാം കേട്ടോ.
ഇത് കൂടാതെ നമ്മൾ മാത്സിന് വേണ്ടിയിട്ടും SCERT ബുക്ക് പഠിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ മാത്സിൻ്റെ SCERT ചാപ്റ്റേഴ്സും പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാത്സിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അറിയാലോ, മാത്സിന് 20 മാർക്ക് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ SCERT ടെക്സ്റ്റിൽ നിന്നായിരിക്കാം വരുന്നത്. അപ്പോൾ SCERT മാത്സ് നോക്കുകയാണെങ്കിൽ നമുക്കത് കൂടുതൽ ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ മാത്സ് പഠിക്കാനാണെങ്കിൽ ട്രിക്ടേൺ എന്ന് പറയുന്ന ചാനലുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ RCC മാത്സ് എന്ന് പറയുന്ന മാത്സിൻ്റെ ചാനലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള 2 ചാനലുകളാണ് കേട്ടോ. പിന്നെ ട്രിക്ടേൺ അല്ലാതെ മറ്റ് ക്ലാസ്സുകളൊക്കെ തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ദഹനവും ഇതൊക്കെ ഇപ്പം ഞാനിതിപ്പോൾ ഓരോന്നായിട്ട് വായിക്കുന്നില്ല കേട്ടോ. ഞാൻ ഇതിൻ്റെ PDF എന്തായാലും നമ്മുടെ ചാനലിൽ ഇട്ടേക്കാം. അപ്പോൾ ഈ ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് ഉള്ളതാണെങ്കിലും ശരി, അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോ PDF ചാപ്റ്റേഴ്സിൻ്റെ PDF ആണെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും അത് നോക്കി വായിക്കാൻ നോക്കാം. അല്ലെങ്കിൽ അടുത്തുള്ള കുട്ടികളുടെ അടുത്ത് നിന്ന് SCERT ബുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പബ്ലിക്കേഷൻസിൻ്റെ SCERT ബുക്കുകൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അത് വാങ്ങിക്കാം. ഇപ്പോൾ നമ്മുടെ ടാലൻറ്റിൻ്റെ ആണെങ്കിൽ അറിവിടം എന്ന് പറഞ്ഞ ബുക്കുണ്ട്. അതേപോലെ തന്നെ ലക്ഷ്യയുടെ ആണെങ്കിൽ സ്കൂൾ ടൈം എന്ന് പറയുന്ന ബുക്കുണ്ട്. അതേപോലെ തന്നെ PYQസിൻ്റെ ബുക്കുകളും ഓരോ പബ്ലിക്കേഷൻസ് ഇറക്കിയിട്ടുണ്ട്. അപ്പം അതും നമ്മൾ വായിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ PYQs ടെലിഗ്രാം ചാനൽസിൽ ഒരുപാട് വരുന്നുണ്ട്. ഇപ്പോൾ 10th പ്രിലിംസിൻ്റെ ഇതുവരെ കഴിഞ്ഞ എക്സാമുകളുടെ PYQs എടുത്തിട്ട് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കണമെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നമ്മുടെ മുന്നിൽ ഇനിയിപ്പോൾ 1 മാസമേ കറക്റ്റായിട്ടുള്ളൂ. പിന്നെ ഇനി 1 മാസമുള്ള ടൈമിലാണ് ഇതിനകത്തേക്ക് 10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ടായിട്ടുള്ളത്. അപ്പോൾ ഡിഗ്രി പ്രിലിംസിന് വേണ്ടി കുറച്ച് എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 10th പ്രിലിംസിന് വേണ്ടിയിട്ട് അതിൻ്റെ സിലബസ് അനുസരിച്ചിട്ട് നോക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇനിയുള്ള ടൈമിലാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യമായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ SCERT ചാപ്റ്റേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്